നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു നാരായണീയ പാരായണം തന്നെ ആകാം. നമ്മളിപ്പോൾ 6ാമത്തെ ദശകത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 7 ശ്ലോകങ്ങൾ വരെ ഞാൻ പറഞ്ഞു നിർത്തി. എന്താ പറഞ്ഞത്? നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഓരോരോ വസ്തുക്കളും അങ്ങയുടെ ഓരോരോ അവയവങ്ങളാണ്. അതായത് വിരാട് പുരുഷ രൂപനായ വിരാട് പുരുഷ വപുസുള്ള അങ്ങയുടെ ശരീരത്തിലെ ഓരോരോ ഭാഗങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നാസിക എടുത്തു നോക്കൂ. നാസികയുടെ 2 ദ്വാരങ്ങളുണ്ടല്ലോ ഒരു നാസികയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടക്കുന്ന, എപ്പോഴും കൂട്ടുകൂടി ഒരുമിച്ച് തന്നെ കാണുന്ന 2 ദേവതമാരുണ്ട് നമുക്ക്, അശ്വനി ദേവകൾ. അവരാണ് അങ്ങയുടെ നാസിക എന്ന് പറയുന്നു. കണ്ണുകൾ സൂര്യചന്ദ്രന്മാർ, അങ്ങനെ ഓരോ കാതുകളാണെങ്കിൽ ദിക്കുകളാണ് എന്നൊക്കെ പറയുന്നു. വിരാട് പുരുഷനെ പറ്റിയിട്ടുള്ള വർണ്ണന തുടരുകയാണ്. 7 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. 8ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് വായിക്കേണ്ടത്. 8ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. ശ്രോണീസ്ഥലം മൃഗഗണ പദയോർനഖാസ്തി ഹസ്തുഷ്ടസൈന്ധവമുഖാഗമനന്തു കാല. ശ്രോണിസ്ഥലം മൃഗഗണ പദയോർനഖാസ്തി ഹസ്ത്യഷ്ടസൈന്ധവമുഖാഗമനന്തു കാല. വിപ്രാതിവന്നഭവനം വദനാബ്ജപാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേതി. ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്രോണിസ്ഥലം എന്ന് പറയുന്ന അരക്കെട്ടിൻ്റെ പിൻഭാഗം. അങ്ങയുടെ അരക്കെട്ടിൻ്റെ ആ പിൻഭാഗം, നെന്തിരുവടിയുടെ അരക്കെട്ട് പുറകുവശം പ്രത്യേകിച്ച് മൃഗഗണങ്ങളാണ്. അതാണ് ശ്രോണിസ്ഥലം മൃഗങ്ങളുടെ കൂട്ടങ്ങളാണ്. അവിടെ കാണുന്ന പ്രധാന മൃഗങ്ങൾ ഏതൊക്കെയാണ്? വിരാട് പുരുഷനായ അങ്ങയുടെ അരക്കെട്ടിൻ്റെ പുറകുഭാഗം മൃഗഗണ പദയോർ നഖ മൃഗഗണങ്ങളാണ്. പിന്നീടോ പദയോർ നഖാസ്തേ, കാൽപാദത്തിൻ്റെ നഖങ്ങൾ. 2 കാലുകൾക്കും കൂടി 10-20 നഖങ്ങളുണ്ട്. ആ നഖങ്ങൾ എന്നൊക്കെ പറയുന്നത് ഹസ്ത്യഷ്ട സൈന്ധവ മുഖം. 3 മൃഗങ്ങളാണിത്. ഹസ്തി എന്ന് പറഞ്ഞാൽ വലിയ പല്ലുള്ള, അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ കൊമ്പാണ്. ആനയുടെ കൊമ്പ് വാസ്തവത്തിൽ പല്ലാണ്. അത് കുറേ കൂടുതൽ പുറത്തേക്ക് വലുതായി വന്നിട്ടുള്ളത് കൊണ്ട് അതും 2 പല്ലുകൾ തന്നെ. കൊമ്പെന്ന് പറഞ്ഞാലും അത് പല്ലുകളാണ്. അതുകൊണ്ട് പല്ലി എന്ന് പറയാം. പിന്നീട് ദന്തം എന്ന് വെച്ചാൽ പല്ലുണ്ട്. അതുകൊണ്ട് ദന്തി എന്ന് പറഞ്ഞാൽ ആനയാണ്. ഇവിടെ ഹസ്തി എന്ന് പറഞ്ഞാലും ആനയാണ്. വലിയ കൊമ്പുള്ള മൃഗമാണ് ആന. പിന്നെ ഒട്ടകം, പിന്നെ സൈന്ധവമുഖ, കുതിരയുടെ മുഖത്തിനൊരു പ്രത്യേകതയില്ലേ, അതാണ് സൈന്ധവമുഖൻ എന്ന് പറഞ്ഞാൽ കുതിരയാണ്. അപ്പോൾ അങ്ങയുടെ പാദത്തിലെ, വിരാട് പുരുഷൻ്റെ പാദത്തിലെ നഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായ മൃഗങ്ങളാണ്. ഗമനം തു കാല, സഞ്ചാരം അങ്ങനെ കാലവുമാകുന്നു. അങ്ങയുടെ സഞ്ചാരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സഞ്ചാരം, സൂര്യസഞ്ചാരം, അതൊക്കെയാണ് അങ്ങയുടെ കാലവും ആകുന്നു. കരുണാംബുദേ ദയാനിധേ, ഹേ കരുണാംബുദേ, തേ വദനാബ്ജബാഹു ചാരൂരു യുഗ്മചരണം വിപ്രാതി വർണ്ണഭവനം എന്ന് പറഞ്ഞാൽ അലയോ കരുണാസമുദ്രമേ, അംബുജാക്ഷ കരുണാംബുജേ ദയാസമുദ്രമേ. അങ്ങയുടെ മുഖവും കൈകളും, വദനാബ്ജബാഹു അങ്ങയുടെ മുഖവും പാദങ്ങളും തുടകളും
4 ജാതികളാണ്. മുഖം ഒരു ജാതിയാണ്, കൈകൾ മറ്റൊരു ജാതിയാണ്. ചാതുർവർണ്ണ്യം, അതായത് ക്ഷത്രിയര്, ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, ഇങ്ങനെയാണ് ചാതുർവർണ്ണ്യം. ഇതനുസരിച്ചിട്ടാണ് ജാതികളൊക്കെ തിരിച്ചിരിക്കണേ എന്നാണ് കേൾവി. അപ്പം ഇതിൽ പറയുന്ന ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ. ബ്രാഹ്മണരുടെ ജോലി പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കൽ, ക്ഷത്രിയരെ രാജ്യത്തെ സംരക്ഷിക്കൽ, യുദ്ധം ചെയ്യൽ. വൈശ്യർ എന്ന് പറയുന്നവർ കൃഷി ചെയ്യലും വ്യാപാരം ചെയ്യലും കച്ചവടം ചെയ്യലും അങ്ങനെയൊക്കെ ഉള്ളത്. ശൂദ്രർ എന്ന് പറയുന്നത് മേൽപ്പറഞ്ഞ 3 ജാതിക്കാർക്കും ദാസ്യമിയലുന്നവർ, ദാസന്മാരായിട്ട് ജോലി ചെയ്യുന്നവർ. അങ്ങനെയാണ് ചാതുർവർണ്ണ്യങ്ങൾ 4 ജാതികൾ ഉണ്ടായത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറയുന്നത്. ഇതിൽ അങ്ങയുടെ ഈ വിരാട് പുരുഷൻ്റെ കൈകളും തുടകളും പാദങ്ങളും, മുഖവും കൈകളും തുടകളും പാദങ്ങളും. മുഖം എന്ന് പറയുന്നത് വിരാട് പുരുഷൻ്റെ മുഖം ബ്രാഹ്മണരാണ്, കൈകൾ എന്ന് പറയുന്നത് ക്ഷത്രിയരാണ്, തുടകൾ അങ്ങയുടെ തുടകൾ എന്ന് പറയുന്നത് വൈശ്യരാണ്, കൃഷി ചെയ്യുന്നവരും കർഷകരും ജോലി ചെയ്യുന്നവരും ഒക്കെയാണ്. ശൂദ്രർ എന്ന് പറയുന്നത് അങ്ങയുടെ പാദമാണ് എന്നാണ് വിവരിക്കുന്നത്. ഈ തരത്തിൽ 4 ജാതികളുടെയും ഉത്ഭവസ്ഥാനമാണ് ഈ പറഞ്ഞ അവയവങ്ങൾ എന്നാണ് പറയുന്നത്. ശ്രുതിയിൽ, അതായത് വേദത്തിൽ ഇതിനെ കാണിക്കുന്ന ഒരു ശ്ലോകമാണ് പറയാൻ പോകുന്നത്. ഇനി ഞാനൊന്ന് വായിക്കാത്രേ ഉള്ളൂ കേട്ടോ. ബ്രഹ്മണ്യോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ യദ്വൈശ്യഃ പാദ്മ്യാം ശൂദ്രോ അജായത. ഇങ്ങനെയാണ് ശ്രുതിയിൽ പറയുന്നത്. ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങളിൽ പറയുന്നത്, ഋഗ്വേദം, യജുർവേദം അങ്ങനെയൊക്കെ ഉള്ളതിൽ പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ വിരാട് പുരുഷൻ്റെ അവയവങ്ങളെപ്പറ്റി വർണ്ണിക്കുന്ന ശ്ലോകം ഒന്നുകൂടി വായിക്കുകയാണ്. ശ്രോണീസ്ഥലം മൃഗഗണാപദയോർനകാസ്തേ ഹസ്ത്യഷ്ടസൈന്ധവമുഖാഗമനന്ദുകാല വിപ്രാതിവർണ്ണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേതേ. ഈ ശ്ലോകം തന്നെ പരിഭാഷാ രൂപത്തിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അരക്കെട്ടിൻ പുറം മൃഗഗണങ്ങളും. വിരാട് പുരുഷ ദയാനിധി അങ്ങയുടെ അരക്കെട്ടിൻ പുറം മൃഗഗണങ്ങളും കാൽനഖങ്ങൾ ആന, അശ്വം എന്നിവയും കാലം സഞ്ചാരം. അരക്കെട്ടിൻ പുറം മൃഗഗണങ്ങളും കാൽനഖങ്ങൾ ആന, അശ്വം എന്നിവയും കാലം സഞ്ചാരം. കാരുണ്യാബ്ദേയവിടുത്തെ മുഖം കൈകൾ തുടപാദം. കാരുണ്യാബ്ദേയവിടുത്തെ മുഖം കൈകൾ തുടപാദം 4 വർണ്ണങ്ങളുടെയും ഉത്ഭവസ്ഥാനം. ചാതുർവർണ്ണത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് അങ്ങയുടെ മുഖവും കൈകളും തുടയും പാദവുമാണ് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. 9ാമത്തെ ശ്ലോകം 6ാമത്തെ ദശകത്തിൽ. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മകാസുരഗണോസ്തി കുലാനി ശൈലാം. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തി വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാം. നാട്യസ്ഥിരൽ സമുദയസ്തരവശ്ചരോമാ ജിയോതിതം വപുരനീർവചനീയമാശു
വചനീയമേശ ഐ ചക്രധര ഹേ തേ ക്രിയാ സംസാര ചക്രം. അങ്ങയുടെ ഈ അല്ലയോ ചക്രായുധനായ ഭഗവാനെ, എന്ത് ചക്ര ഭഗവാൻ ധരിച്ചേക്കണേ? സുദർശന ചക്രം തന്നെ. ആ സുദർശന ചക്രം ധരിച്ചിരിക്കുന്ന ചക്രധര അല്ലയോ ചക്രായുധനായ ഭഗവാനെ, അവിടത്തെ വ്യാപാരങ്ങൾ സംസാര ചക്രമാണ്. അങ്ങയുടെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രവർത്തികളെല്ലാം സുദർശന ചക്രം. ഈ പ്രപഞ്ചത്തിൽ അങ്ങയുടെ പ്രവർത്തികൾ എന്നുവെച്ചാൽ സംരക്ഷണം, പ്രപഞ്ചത്തെ സംരക്ഷിക്കൽ, അതെല്ലാം സുദർശന ചക്രമാണ്. ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങ് ഉപയോഗിക്കുന്ന ആയുധമാണ് സുദർശന ചക്രം. അതുകൊണ്ട് സുദർശന ചക്രം ഇവിടെ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നു. വീര്യം മഹാസുരഗണ അസ്ഥികുലാനി ശൈല. അസ്ഥികുലാനി ശൈല അതായത് ഇവിടെ പറയുന്നത് മഹാസുരഗണം, വീര്യം, അങ്ങയുടെ പരാക്രമം, ശൗര്യം, വീര്യം, വീരതയുള്ള പ്രവർത്തികളൊക്കെ അസുരക്കൂട്ടങ്ങളാണ്. നിസ്സാരക്കാരല്ല കേട്ടോ അസുരക്കൂട്ടങ്ങൾ. ആ അസുരന്മാരെ വിരാട് പുരുഷൻ്റെ വീരത, ശൂരത കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ്. കൂടാതെ ഇത് കൂട്ടുണ്ടല്ലോ, പിന്നെ അസ്ഥികൾ എന്ന് പറയുന്നത്, അങ്ങയുടെ അസ്ഥികൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പർവ്വതങ്ങളൊക്കെയാണ്. അവിടുത്തെ പർവ്വതങ്ങളെയെല്ലാം വിരാട് പുരുഷൻ്റെ അസ്ഥികളായിട്ടാണ് കരുതുന്നത്. പിന്നെയോ നാട്യ സരിൽ സമുദയ. നാട്യ എന്ന് വെച്ചാൽ നാഡികൾ. വിരാട് പുരുഷൻ്റെ ശരീരത്തിൽ നാഡികളൊക്കെ ഉണ്ടേ, മനുഷ്യ ശരീരം പോലെയല്ലേ. അപ്പം നാഡികൾ എന്ന് പറയുന്നത് സരിത് എന്ന് പറഞ്ഞ പുഴകൾ. അപ്പോൾ ഈ കാണുന്ന പുഴകൾ, ആറുകൾ, നദികളെല്ലാം വിരാട് പുരുഷൻ്റെ നാഡികളാണ്. പിന്നെ സരിത് സമുദയ രോമ. എന്താ ഈ പറയുന്നത്? രോമം, ശരീരത്തിൽ രോമമുണ്ട്, മനുഷ്യർക്കൊക്കെ ഉണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ താടിമേലുണ്ടാവും, സ്ത്രീകൾക്കും. അങ്ങനെ ശരീരത്തിൽ ഉള്ള രോമങ്ങളെല്ലാം തന്നെ മരങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ മരങ്ങളും വിരാട് പുരുഷൻ്റെ ഓരോ രോമങ്ങളാണ്. ഹേ ഈശ അല്ലയോ ഭഗവാനെ സർവേശ്വശക്ത, അനിർവചനീയം ഇതം വപു. അങ്ങയുടെ ഈ ശരീരമുണ്ടല്ലോ, വപു ശരീരം, ഇതം വപു ഈ ശരീരം ജിയാത് വിജയിക്കട്ടെ, വീണ്ടും വിജയിക്കട്ടെ. അനിർവചനീയമായ അങ്ങയുടെ ശരീരം വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് വിജയിക്കട്ടെ ഭഗവാനെ. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഒന്നുകൂടി വായിക്കുകയാണ്. സംസാര ചക്രമയി ചക്രധര ക്രിയാസ്തി വീര്യം മഹാസുരോസ്തി കുലാനിശൈല നാട്യസമുദയസ്തരവശ്ചരോമാ ജീയോദിതം വപുരനിർവചനീയമേശ. അതൊന്നും വർണ്ണിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള അങ്ങയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അവിടുത്തെ വ്യാപാരങ്ങൾ സംസാര ചക്രങ്ങളത്രേ. അങ്ങയുടെ വ്യാപാരങ്ങൾ, അങ്ങയുടെ പ്രവർത്തികൾ, അങ്ങയുടെ കർമ്മമേഖല, അങ്ങയുടെ കർമ്മഭൂമി, അങ്ങയുടെ കർമ്മങ്ങൾ, അങ്ങയുടെ പ്രവർത്തികളെല്ലാം തന്നെ സംസാര ചക്രങ്ങളത്രേ. വീര്യമോ അസുരക്കൂട്ടം. അങ്ങയുടെ വീര്യം എന്ന് പറയുന്ന അസുരക്കൂട്ടങ്ങളാണ്. അസ്ഥി പർവ്വതം. അസ്ഥിയാകട്ടെ പർവ്വതങ്ങളായിട്ടാണ് കരുതുന്നത്. നാഡികളോ നദികളും രോമജാലം മരങ്ങളും. അങ്ങയുടെ വിരാട് പുരുഷൻ്റെ ശരീരത്തിലെ നാഡികൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന, ഭൂമിയിൽ കാണുന്ന പുഴകളാണ്. രോമജാലം മരങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ കാണുന്ന ഓരോരോ മരങ്ങളും വിരാട് പുരുഷൻ്റെ, അങ്ങയുടെ ഓരോരോ രോമങ്ങളാണ്. സർവശക്ത നിൻ്റെ രൂപം അവർണ്ണനീയം. പറയാൻ വയ്യ, വർണ്ണിക്കാൻ വയ്യ,
അവർണ്ണനീയത് അവർണ്ണനീയമാണ് അങ്ങയുടെ ശരീരം. ഒന്നുകൂടി വായിക്കുകയാണ്. അവിടുത്തെ വ്യാപാരങ്ങൾ സംസാര ചക്രങ്ങളത്രേ, വീര്യമോ അസുരക്കൂട്ടം നസ്തി പർവ്വതം, നാടികളോ നദികളും രോമജാലം മരങ്ങളും, സർവശക്ത നിൻ്റെ രൂപം അവർണ്ണനീയം. അങ്ങയുടെ ശരീരത്തിൻ്റെ അങ്ങയുടെ രൂപം വർണ്ണിക്കാൻ അവർണ്ണനീയമാണ്, വർണ്ണിക്കാൻ പറ്റാത്തതാണ്. അടുത്ത ശ്ലോകത്തിലേക്ക്, 6ാമത്തെ ദശകത്തിലെ ലാസ്റ്റ് ശ്ലോകമാണിത്, 10ാമത്തെ ശ്ലോകം. അതിലേക്ക് പോവുകയാണ്. ഈ ദൃഗ്ജന്മവപുസ്തവ കർമ്മഭാജാം, ഈ ദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാം, കർമാവസാന സമയേ സ്മരണീയമാകൂ തസ്യന്തരാത്മവപുഷേ വിമനാത്മനേ തേ, വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. എൻ്റെ രോഗങ്ങൾ മാറ്റി തരണേ ഗുരുവായൂരപ്പ, എനിക്കുള്ള രോഗങ്ങൾ നമോസ്തു നിരുന്തിരോഗാൻ. ഈ ശ്ലോകത്തിൽ പറയുന്നത് വിശ്വരൂപമെല്ലാം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ചു. എല്ലാം അങ്ങയുടെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ ദൃക്തവ ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന ഇതുവരെയുള്ള 9 ശ്ലോകങ്ങളിൽ വിവരിച്ച വിധത്തിൽ വിരാജിക്കുന്ന അവയവങ്ങളോടുകൂടിയ വിരാട് പുരുഷൻ, ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന അവിടത്തെ വിചിത്ര രൂപം, ആ വളരെ അത്ഭുതമായി തോന്നിയിരിക്കുന്ന രൂപം, കർമ്മഭാജാം കർമ്മത്തെ ആശ്രയിക്കുന്നവർക്ക്, കർമാവസാന സമയേ കർമ്മങ്ങളെല്ലാം അവസാനിക്കാറായ സമയം എന്ന് പറഞ്ഞാൽ അതേതാ? മരണസമയം വരെ, മരണസമയത്ത് വരെ സ്മരണീയമാകൂ, എപ്പോഴും ഓർമ്മകൾ ഉണ്ടാക്കുമെന്ന് അറിവുള്ളവർ പറയുന്നു. ഈ വിധത്തിൽ വർണ്ണിച്ചിരിക്കുന്ന വിരാട് പുരുഷൻ്റെ കർമ്മങ്ങളും കർമ്മപ്രവർത്തികളും മായാജാലങ്ങളുമെല്ലാം ഓർമ്മിക്കുന്ന നമ്മൾക്ക് നമ്മുടെ അവസാനം വരെ അങ്ങയുടെ ഒരു ശ്രദ്ധ നമ്മിലുണ്ടാകും. കർമാനുഷ്ഠാനത്തിൻ്റെ ഒടുവിൽ ധ്യാനിക്കേണ്ടതാണ്. നമുക്ക് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാനായിട്ട് സാധിക്കും. വാതാലയാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, അസ്യ അന്തരാത്മവപുഷേ, അങ്ങയുടെ ആ വിരാട് സ്വരൂപ ശരീരം, അങ്ങയുടെ ആ ശരീരരൂപത്തിലുള്ള വിരാട് പുരുഷ രൂപം എന്താണ്? അന്തരാത്മവപുഷേ വിമലാത്മനെ തേ അസ്തു. നിർമ്മലനായ നിന്തിരുവടിക്ക് നമസ്കാരം. വിമലാത്മനായ നിർമ്മലനായ അങ്ങയുടെ നിന്തിരുവടിക്ക് തേ നമ ആസ്തു, അങ്ങയ്ക്ക് നമസ്കാരം പറയുന്നു, നമസ്തു പറയുന്നു. ഇതിൽ ഈ ശ്രുതിയിൽ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, കർമ്മത്തിൻ്റെ ഇതൊക്കെ വിശ്വരൂപം ഭഗവതോ ധ്യായേത് പരമമംഗളം. എപ്പോഴും മരണത്തോടടുക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ വിശ്വരൂപം ധ്യാനിക്കുന്നത് സർവമംഗളം. യാത്രാകാലേ ജപേ ഹോമേ ആപത്കാലേ വിശേഷത. യാത്രാകാലം എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുന്നത് നമുക്ക് വളരെ വിശേഷമാണ്. വിശേഷിച്ച് ഇവിടുത്തെ, അതായത് കർമ്മത്തിൻ്റെ ആദ്യ വിശ്വരൂപ സ്മരണം ഉത്തമമാണെന്നാണ് അറിവുള്ളവർ പറയുന്നത്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എപ്പോഴും മരണസമയമാകുമ്പോൾ, അവസാനമാകുമ്പോൾ, കർമ്മമെല്ലാം നിലച്ചു വരുന്ന സമയത്ത് ഇവിടെ കർമാവസാന ശബ്ദം എന്ന് പറഞ്ഞാൽ മരണകാലത്തും ഈ വിശ്വരൂപ ദർശനം കൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ശ്ലോകം ഈദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹോ തസ്യന്തരാത്മവപുഷേ വികലാത്മനേതി വാതാലയാതിപ
നമോസ്തു നിരുന്തിരോഗാൻ. നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റി തന്ന് എൻ്റെ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഭക്തകവി ഈ ദശകം അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു പരിഭാഷാ രൂപം കാണുന്നത് ഇങ്ങനെയാണ്: ഇപ്രകാരമുള്ള നിൻ്റെ വിശ്വരൂപ സ്വരൂപത്തെ പറഞ്ഞു. ഹൃദയം ഇതാണ്, രക്തം ഇതാണ്, നെഞ്ചിതാണ്, അങ്ങനെ ഇങ്ങനെ ഓരോ അവയവങ്ങളെപ്പറ്റിയും പറഞ്ഞു. ഇപ്രകാരമുള്ള നിൻ്റെ വിശ്വരൂപ സ്വരൂപത്തെ കർമാനുഷ്ഠാനന്ത്യത്തിങ്കൽ ധ്യാനിച്ചിടേണം. കർമ്മം അവസാനിക്കുന്ന സമയത്ത്, കർമ്മം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കണം, ധ്യാനിക്കണം. വിരാട് രൂപഭാവത്തിങ്കൽ അന്തര്യാമിയായിടുന്ന, വിരാട് രൂപഭാവത്തിൽ നിർമ്മലനായിട്ടിരിക്കുന്ന ഗുരുവായൂരപ്പ എൻ്റെ രോഗം മാറ്റണേ. ഈ സർവ്വവ്യാപിയായിരിക്കുന്ന ഭഗവാനെ, അല്ലയോ ഭഗവാനെ, അങ്ങ് എൻ്റെ ഈ രൂപം ഒന്ന് മാറ്റി തരണം. വിരാട് രൂപത്തിങ്കൽ അന്യനായി ജീവിക്കുന്ന ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ദശകം അവസാനിപ്പിക്കുകയാണ് ഭക്തകവി. കൂടെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്നുള്ള ഓരോ പ്രാർത്ഥനയും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.